ഓ, കരുക്കളൊക്കെ നീക്കി തുടങ്ങി. വെറും മണ്ട നീക്കമല്ല, ഈ ലോക ചെസ് ചാമ്പ്യന്റെ ആളുണ്ടല്ലോ, എന്തായുടെ പേര്? ആസ്പ്രയോ? അല്ലെ പോട്ടെ, അയാളുടെ പേര് പോട്ടെ. പിന്നെ അങ്ങേര് നീക്കുന്ന പോലെ ബുദ്ധിപൂർവമാ. ചേട്ടൻ വലിയ വക്കീലായിട്ട് അദ്ദേഹത്തിന് തല ഇതുപോലും തോന്നിയോ? ഓ, അതിനകത്തു വല്ല കൊലപാതകോ ബലാത്സംഗോ പെൺമാണിക്കോ ഒക്കെ അല്ലേ ഉള്ളൂ. ചേച്ചി വിഷമിക്കണ്ട, ഞാനൊന്ന് ഉപദേശിച്ച് നോക്കട്ടെ. നമ്മളെ ഉമ്മ ആയിരുന്നാലേ തെങ്ങും ചാരി ഒന്നും പെണ്ണിനെ കൊണ്ടങ്ങ് പോവും. ആണുങ്ങൾക്ക് അപ്പപ്പ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കേണ്ട നമ്മള് പെണ്ണുങ്ങളുടെ കടമയില്ലേ? ചേട്ടനെന്തിയെ കുളിക്കുക? രാത്രിയിലാണോ കുളി? വൈകുന്നത് വരെ കോട്ടും ഗൗണും വലിച്ചേറ്റി ഇരിക്കുന്നതല്ലേ, വന്നാലൊരു കുളി പതിവാ. എന്നാ കുളിച്ചിട്ട് വരട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇറച്ചിക്കറിയാണോ ചേച്ചി? നല്ല മണം വരുന്നു. ഏയ്, ഇവിടെ ഞായറാഴ്ച മാത്രമേ ഇറച്ചി വാങ്ങിക്കൂ. അയ്യോ, എന്നാ പിന്നെ ഈ മണം വരുന്നത്? ചേട്ടൻ നല്ല തിളച്ച വെള്ളത്തിലല്ലേ കുളിക്കൂ, വെന്ത് കാണും, അതിന്റെ ആയിരിക്കും മണം. എന്നാ പിന്നെ ചേട്ടൻ ഇറച്ചി മസാല കലക്കിയ വെള്ളത്തിലാണോ കുളിക്കുന്നത്? കർത്താവേ, മഹാപാപികൾ! ഈശോയെ, വെള്ളം ഇങ്ങെടുക്കും. ഓ, സ്റ്റേഷനിൽ വരുന്ന പ്രതികൾക്കൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നെങ്കിൽ നമുക്ക് അല്ലലില്ലാതെ കഴിയായിരുന്നു. കസ്റ്റഡി കിട്ടുന്ന 90% പ്രതികളും ദരിദ്രവാസികളാണ്. കോഴി പോയിട്ട് കപ്പ പോലും മേടിക്കാൻ ഗതിയില്ലാത്തവർ. വല്ലപ്പോഴും ഒരു കോഴി വന്നെങ്കിലായി. നീ വേഗം വെട്ടി വിഴുങ്ങാന്ന് ഞാൻ കൈ കഴിയിട്ട് വരാം. അയ്യോ, ഒരു മുറി പച്ചക്കറി, മറ്റൊരു മുറി കോഴി പൊരിച്ചതും. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ പുണ്യ? ഇവളെന്തിന് ഈ മുറി വന്നു? ഈ മുറി വെച്ച് FIR എഴുതേണ്ടി വരുമോ? നീ വെള്ളം ഇഞ്ഞെടുക്കടി. ഓ, ഞാൻ 1-ാം പ്രതി ആവോ? ഓ, അവർക്ക് പൊറോട്ട ഇറച്ചി പാക്ക് ചെയ്യാൻ കൊണ്ടൊരു സമയം ഇവിടെ പുറകിൽ ഒരുത്തി വഴിയായിട്ട് കിടക്കുമ്പോഴാ. കണ്ണോർന്ന് എഴുന്നേക്കടി. അയ്യോ, മുളക് പിന്നെ ഉമ്മച്ചേച്ചിയുടെ തുണിയൊക്കെ ഒതുക്കി വെക്കാലോ എന്ന് കരുതിയാ ഞാൻ ആ മുറിക്കകത്തോട് കയറിയത്. അപ്പോഴെന്റെ ഭാര്യയും ഭർത്താവും കൂടി കോഴി പൊരിച്ചതും പൊറോട്ടയും തിന്നുന്നത്. രണ്ടുപേരും കൂടെ എന്നെ ഉപദ്രവിച്ച് ഇനിയിലോ ഞാൻ എങ്ങനെ കാണുവേ? ഇതിനാണോ ഞാൻ ഇത്രയും ദൂരം വന്നത്? അയ്യോ, അബദ്ധത്തിന് ഞാനൊന്ന് കണ്ടുപോയി. ഉടനെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിച്ചോണ്ട് വല്യമ്മച്ചിയുടെ പോലീസ് പോലെ എന്നെ പിടിച്ച് തള്ളു ഒറ്റുണ്ട്. അയ്യോ, എന്നിട്ട് അതും പോരാഞ്ഞ് ഉമ്മച്ചേച്ചി എരിവ് വരണ്ട വിരല് കൊണ്ട് 2 കണ്ണിൽ മാറി 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 കുത്തി. നിങ്ങളിത് കേട്ടോ? നിന്റെ ഒരു അനീതിയായിരുന്നെങ്കിൽ നീ അതിക്രമം കാണിക്കുമായിരുന്നു. ഒരു പോലീസുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമേ? ദുഷ്ടൻ. ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കുന്നൊന്നും പോറഞ്ഞിട്ടാ അവര് ഒളിച്ചു തീറ്റി. എന്നാ ഇനി മുതൽ ഹോട്ടലിൽ തന്നെ ആയിക്കോ വെപ്പം കൂടിയൊക്കെ ദരിദ്രവാസി. ഇന്ന് ഒരു കഷണം ഇവിടെ ആർക്കും തരാൻ തോന്നി നിനക്ക്? എന്റെ അമ്മയെ ഞാൻ അത് ഇവിടെ എല്ലാവർക്കുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ എന്റെ ജീവനക്കാൾ ഉപരി സ്നേഹിക്കുന്ന എന്റെ പെറ്റമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും കഴിക്കുന്നതിനുള്ള നിലവാരം അതിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് നിലവാരം ഉണ്ടോ? ഇല്ല. മാണിക്യമംഗലത്തിന്റെ പാരമ്പര്യത്തിന് ചേരാത്ത സാധനം. അപ്പൊ തന്നെ ഞാനും ജനലിൽ കൂടി വലിച്ചു പുറത്തേക്ക് എറിഞ്ഞു. പച്ച കള്ളവാ ചേട്ടാ ഈ പറയുന്നത്. എനിക്ക് 8ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചേ പിന്നെ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ ഇവിടെ വന്ന് അറിയുന്നത്. ആ അമ്മയുടെ സ്നേഹം കുറച്ച് ദിവസവും കൂടി അനുഭവിക്കല്ലോ എന്ന് കരുതിയാണ് ജനിച്ച നാടും വീടും പ്രായം ചെന്ന പപ്പയും വിട്ട് 178 കിലോമീറ്റർ KSRTC ബസ്സിൽ 68 രൂപ 50 പൈസ കൊടുത്ത് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ വന്ന് 2 ആഴ്ച കൊണ്ട് ഒന്നും എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലേ പോയേക്കാം എന്ന് വെച്ചാൽ ഞാൻ തീരെ അറിയില്ല പൊളിങ്ങിട്ട് പീഡിപ്പിക്കണോ? നാളെ രാവിലത്തെ വണ്ടിക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാം. നീ കാരണം ഇവിടെ ആരും ബുദ്ധിമുട്ടണ്ട. മോളെങ്ങും പോകുന്നില്ല. എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഇവളിവിടെ നിൽക്കുന്നതിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ തുറന്നു പറയണം. ഇവിടെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഇവളിവിടെ തന്നെ നിൽക്കും. ഇതെന്റെ വീടാ. വാ മോളെ. പൊറോട്ടയും ചിക്കനും ഇനി ബാക്കിയുണ്ടാ? പാവം. നിങ്ങളുടെ അമ്മ കുഞ്ഞുകുട്ടി തങ്ങച്ചി ശരിക്കും തങ്ങച്ചി തന്നെയാണോ?
അല്ല നസ്രാണിച്ചോട്ടുള്ള കൂറ് കണ്ടോണ്ട് ചോദിച്ചതാ. ഇനി അമ്മയുടെ അമ്മയോ അച്ഛനോ ക്രിസ്ത്യാനിയോ മറ്റോ ആയിരുന്നോ? അല്ലേ, നീ പുറത്തോട്ടിറങ്ങി അന്വേഷിച്ചു നോക്ക്. തീണ്ടലും തൊടിയിലും ഉള്ള കാലത്ത് പോലും കീഴ്ജാതിയാണോ മേൽജാതിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ ഒന്നും നോക്കാതെ എല്ലാരെയും ഒന്നിച്ചിരുത്തി ആഹാരം കൊടുത്ത പാരമ്പര്യമായി തറവാട്ടിനുള്ളത്. ആ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്റെ അമ്മ എന്തും ചെയ്യും. എന്തും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ആ നസ്രാണിച്ചായിരുന്നു കാല് തിരുമ്മിയും കണ്ണീര് കാണിച്ചും കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ദേ അനിയത്തിപ്പെണ്ണും കുടിയടപ്പായി. ദേ നോക്ക്, നാളെ വക്കീലന്യൻ മാണിക്യമംഗലത്തെ കാർന്നവരാവും. നോക്കിയോ? ജീവൻ പോയാലും തുടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാ അവളെ ഇവിടെ താമസിപ്പിച്ചോട്ടെ എന്ന് അമ്മ ചോദിച്ചപ്പോ എന്നും പറഞ്ഞ് തല വിളിക്കത്. അമ്മ ചോദിക്കുമ്പോ എന്നാ പിന്നെ അമ്മയുടെ ഡൽഹി കയറി അങ്ങോട്ട് ഇരുന്നോ. താ നോക്ക്, എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പൻ ചുമ്മാ വന്നാ അതോ പ്രത്യേകിച്ച് വല്ല ആലോചനയുണ്ടോ? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കാനാ അച്ഛൻ വന്നത്. എന്തേ, അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? യാതൊരു അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. ശകുന്തളയ്ക്കും ശാരദയ്ക്കും ദിനേശനും വീതം വെച്ച കൂട്ടത്തിലെ എനിക്കെന്നും പറഞ്ഞ് കുറച്ച് സ്ഥലം ഞാൻ നീക്കി വെച്ചിരുന്നല്ലോ. ആ സ്ഥലം വിറ്റ് ദിനേശിന് ഒരു ബിസിനസ് തുടങ്ങി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ? അതെ, എന്നാലും ന്യായം പറയുമ്പോ എന്റെ സ്ഥലം എന്റെ 3 മക്കൾക്കും അവകാശപ്പെട്ടതാണല്ലോ. ശാരദയോടും ഭർത്താവിനോടും ഞാൻ സംസാരിച്ചു. അച്ഛൻ ഇഷ്ടമുള്ളത് ചെയ്തോളാം അവര് പറഞ്ഞു. ഇനിയിപ്പൊ ഇവളുടെ സമ്മതം കൂടി അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ശാരദയുടെ അഭിപ്രായം തന്നെയാ വെച്ചാ എനിക്കും. ദിനേശനൊരു ഗതി ഉണ്ടാകുന്നതിന് ഞാൻ എന്തിനാ എതിര് നിൽക്കുന്നേ? ഇല്ലമ്മേ? അതെ, ശകുന്തളയ്ക്ക് വേണ്ടതൊക്കെ നേരത്തെ കൊടുത്തല്ലോ. എന്നാലും ധനപാലനോടൊന്ന് ചോദിക്കാതെ. ധനേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ല അച്ഛാ. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ആവശ്യത്തിലധികം സ്ഥലം. പോരാത്തതിന് ഈ വീടും പറമ്പും വീതിക്കാതെ ഇട്ടിരിക്കല്ലേ. മൂത്ത മകനായതുകൊണ്ട് അമ്മ അറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് അത് തന്നെ ധാരാളാ. ചെയ്യാനുള്ളത് എന്തായാലും നേരത്തെ ചെയ്തു തീർക്കണമെന്ന പക്ഷക്കാരനാ ഞാൻ. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാല് ഈ മക്കള് തമ്മിൽ തല്ലുകൂടില്ലെന്ന് ആര് കണ്ടു? നാട്ടുനടപ്പ് കുഞ്ഞുട്ടിയമ്മയും കാണണല്ലേ. പിന്നെ കണ്ണടയുന്നതിന് മുമ്പ് ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്തു തീർക്കണമെന്ന് തന്നെയാ മോഹം. പക്ഷേ ദൈവം എനിക്കൊരു പേരഗ്രാവിനെ തന്നില്ലല്ലോ. ആ, അതൊക്കെ വിധി പോലെ നടക്കും. ഒരു പേരക്കുട്ടിയുടെ കുറവ് ഈ വീട്ടിലുണ്ട്, അത് സത്യ. പക്ഷേ കുഞ്ഞുട്ടിയമ്മയുടെ പേരിലുള്ള സ്വത്ത് മക്കളുടെ ആരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുക്കുന്നതിന് അതൊരു തടസ്സമാവില്ലല്ലോ. അത് മാത്രമാ തടസ്സം. ഈ വീടും പറമ്പും എന്റെ മുത്തശ്ശൻ എനിക്കിഷ്ടദാനം തന്നതാ. മുത്തശ്ശന് കിട്ടിയത് മുത്തശ്ശന്റെ അമ്മൂമ്മയിൽ നിന്നാ. മക്കൾക്കല്ല, മക്കളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് മാണിക്യമംഗലം തറവാട്. മുത്തശ്ശന്റെ 2 ആൺമക്കളും വലിയ വരുമാനമില്ലാതെ കഷ്ടപ്പെട്ടിട്ടും അവർക്കല്ല, മകളുടെ മകളായ എന്റെ പേർക്കാണ് മുത്തശ്ശൻ ഇത് എഴുതിയത്. തലമുറകളായി തുടർന്നു പോകുന്ന കീഴ്വഴക്കം തെറ്റിക്കാൻ ഞാൻ ആളല്ല. മരണക്കിടക്കയിൽ വെച്ചും അമ്മ എന്നെ ഓർമ്മിപ്പിച്ചത് ആ ഒരു സംഗതിയാ. മരിച്ചവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ആത്മാവിന് എന്ത് പുണ്യമാ കിട്ടുക? അത് ശരിയാ. പക്ഷെ ഒരു സംശയം, ഇനിയിപ്പോ മക്കൾക്കാർക്കും കുട്ടികളുണ്ടായില്ലെങ്കിൽ? ധനപാലന് പുത്രയോഗം വിധിച്ചിട്ടില്ല എന്ന് ഉറപ്പായി. ധർമ്മനെയും സത്യനെയും ഈശ്വരൻ കൈവടിയില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്നാണല്ലോ പൂർവികരുടെ നിശ്ചയം. അങ്ങനെയാണല്ലോ. എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് ധർമ്മനും സത്യനും കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ പേരക്കുട്ടിയുടെ പേർക്ക് ഞാനിത് എഴുതി വെച്ചു. Waste is the secret of my energy. ഉണ്ണിക്കുട്ടൻ, അമ്മുമ്മേ അനുഗ്രഹിക്കൂ, അമ്മുമ്മേ അനുഗ്രഹിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ, അമ്മുമ്മേ അനുഗ്രഹിക്കൂ. അമ്മുമ്മേ എണീക്ക് മക്കളെ. അമ്മുമ്മേ ഉണ്ണിക്കുട്ട, എന്റെ മക്കളെ. അമ്മുമ്മേ ചിട്ടിക്ക് പണം.
മക്കളെ രണ്ടുപേരും കൂടെ? ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമേ. ആ നന്നായി. ധർമ്മന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, അതെനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്ത് തോന്നിയാത്താടാ നീ പറഞ്ഞേ? ഞങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഒന്ന് കണ്ടു കളയാന്ന് വെച്ചു. ഡോക്ടറെ കാണാൻ പോകുമ്പോ എന്തിനാ ബാഗ്? അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഉമ്മയുടെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ അമ്മേ. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അമ്മാവനെ അമ്മായിയും കണ്ടിട്ട് ഒരുപാട് കാലായില്ലേ? ശരി, പോയിട്ട് വാ മക്കളെ. ഈശ്വരനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചോളണം. ഗോവിന്ദനെയും ദേവികയും ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. ശരി അമ്മേ. ആ കേൾക്കും. ഇടക്കാൻ നേരം ഒരുങ്ങുന്ന ശീലം ഉണ്ടല്ലേ ഉണ്ണിക്കുട്ടന്? 4th ബർത്ത്ഡേക്ക് തുടങ്ങിയ ഹാബിറ്റാ. അയ്യോ, അത് നല്ലതാ കേട്ടോ. ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും കുഴിപ്പിക്കാനും ഒരുക്കാനും ഒന്നും നിൽക്കാതെ നേരെ ശ്മശാനത്തോട്ട് കെട്ടിയെടുക്കാൻ. ഏലക്കിട്ട പാലാണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മാണിക്കമംഗലത്തിന്റെ ഉടമയാണെന്ന് കരുതി പ്രത്യേക പരിഗണന എനിക്ക് വേണ്ട. മറ്റെല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നാ മതി എനിക്കും. അയ്യോ, അത് പറ്റില്ല. തെങ്ങിനും കൗങ്ങിനും ആരെങ്കിലും ഒരേ തളപ്പിടുന്ന ശരിയാണോ? എന്താ സ്റ്റെല്ലയുടെ ഇഷ്ടം? 1 മിനിറ്റ്. എന്താ? സ്റ്റെല്ല ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? ഇല്ല. സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. പരിചയമില്ലാത്ത സ്ഥിതിക്ക് സ്റ്റെല്ല ചമ്പിലേക്ക് ബോൾ എറിഞ്ഞു തന്നാ മതി. ക്രിക്കറ്റിൽ അതിനെ ബൗളിംഗ് എന്ന് പറയും. ഞാൻ അടിച്ചോളാം. ഈ മാണിക്കമംഗലത്തിന്റെ മുറ്റം നമുക്കൊരു ക്രിക്കറ്റ് പിച്ചാക്കാം. സ്റ്റെല്ല ആത്മാർത്ഥമായി സഹകരിക്കുകയാണെങ്കിൽ സിക്സറുകൾ കൊണ്ട് ഞാൻ ഇവിടെ നിറയ്ക്കും. അതോടെ ഈ വീട്ടിലെ കുട്ടികളില്ലാത്ത ദുഃഖം അങ്ങ് തീരുമാനിക്കും. അതെ, അതെ, അതെ. എന്നാലേ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ എണീറ്റ് ബാറ്റ് ചെയ്യേണ്ടതല്ലേ? ആ, ഞാൻ വെളുപ്പിന് 5 മണിക്ക് എനിക്കും. സ്റ്റെല്ല അപ്പൊ എനിക്കില്ലേ? ഞാൻ 5 മണിക്ക് എണീറ്റാ മതിയോ? അത് പോരെ? അല്ല, ഇയാൾ ചിലപ്പോ നേരത്തെ എണീക്കേണ്ടി വരുവേ. കാരണം ഇടമാറി കിടക്കുമല്ലേ. ആ. ബാത്റൂമിൽ ബക്കറ്റിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പോ ആ സമയത്തെങ്ങാനും പൈപ്പിൽ വെള്ളം തീർന്നു പോയാലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് യോജിക്കാനാവോ? എന്താണ് അമ്മാവ? നമുക്ക് ടെസ്റ്റ് ട്യൂബ് ഒന്ന് പരീക്ഷിച്ചാലോ? ഞങ്ങളുടെ കാലത്ത് അത്തരം പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ലല്ലോ സ്ഥിതി. സത്യന്റെ കുഞ്ഞിന് രൂപവും ജീവനും കൊടുക്കാൻ ഒരിടം കണ്ടെത്തണമെന്ന് മാത്രം. പക്ഷെ അമ്മാവ, ഉമയ്ക്കത് എന്താ ഉമ്മയ്ക്ക് യോജിക്കാനാവില്ലേ? അതല്ല, ഇവിടുത്തെ ഡോക്ടേഴ്സും പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും തകരാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ ടെസ്റ്റ് ട്യൂബ് വേസ്റ്റ് ആണ്. ഇതാ എല്ലാം വിശദമായിട്ട് റിപ്പോർട്ടിലുണ്ട്. എനിക്ക് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. ഈശ്വരാ, എന്റെ ഗതി തന്നെ ഈ കുട്ടിക്കും വന്നല്ലോ. നീ കിടന്ന് മോങ്ങാതെ. എന്നാ നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലോ? എന്തോന്ന്? എടാ, ദത്തെടുത്താലോ എന്ന്. ഓ, എന്ന്. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? എന്റെ അമ്മയുടെ പേരെ കുട്ടിയായിട്ട് വളരാൻ ഞാൻ ദത്തനാവുമോ? എനിക്കും ഉമ്മയ്ക്കും കുട്ടികളുണ്ടാവില്ലെന്ന് തീർത്തും ബോധ്യമായാൽ അമ്മ എല്ലാ കപിൽ ദേവിന്റെ പേർക്ക് എഴുതി വെക്കും. അതാരാ? അമ്മയുടെ അനിയത്തിയുടെ മോള്, ഭവാനി ചേച്ചിയുടെ മകൻ ഉണ്ണിക്കുട്ടൻ. അവൻ അവിടെ വന്ന് കേറിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പഠിപ്പും വിവരവും അധികമായിട്ടാ. ഒരുത്തന്റെ കയ്യിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഒരുത്തൻ വക്കീല്. നിങ്ങൾ ലീഗലായിട്ട് നീങ്ങ്. 3 വീതിക്കാനുള്ള തീർപ്പുണ്ടാക്ക്. ആരെ? ഉണ്ണിക്കുട്ടനെയോ? അല്ലടാ, സ്വത്ത്. ഓ, അത് ശരി. കുടിക്കുന്ന കഞ്ഞിയിൽ ഐസ് ഫ്രൂട്ട് തിളക്കാതമ്മാവ. അത്ര ഒരു നീക്കമുണ്ടായ പിന്നെ ഇപ്പൊ കിട്ടുന്ന സൗജന്യം കൂടി അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അമ്മ ശരിക്കും അറിയില്ല. അമ്മ ഒന്ന് തീരുമാനിച്ചതാ. മാണിക്യമംഗലത്തെ നിയമം അല്ലാത്തൊരു നിയമമാ. മക്കളോളം വരുമോ സ്വന്തക്കാര്? ഇനി അതും ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അമ്മായി. ഉമ്മേനെ ഒരുങ്ങാൻ നോക്ക്. 2 പേർക്ക് യാതൊരു കുഴപ്പമില്ല, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞാ മതി. ഓ, അവിടെ ആ ഉണ്ണിക്കുട്ടന്റെ ലീലകൾ തുടങ്ങിയോ എന്തോ. കുട്ടി, ചെല്ലക്കുട്ടി ഇവിടെ ഇരിക്കുന്നു. ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്നാത്തിനാ? ഇവിടെ എന്നോട് സ്നേഹമുള്ളത് കുഞ്ഞിക്കുട്ടി അമ്മൂമ്മക്കും ചെല്ലക്കുട്ടിക്കും മാത്ര. നിങ്ങളോടല്ലാതെ എന്റെ നീറുന്ന പ്രശ്നം ഞാൻ ആരോട് പറയാനാ? എന്നാ പ്രശ്നം? ഞാൻ വന്നതിന്റെ ആദ്യത്തെ 2 ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്ത് കഴിച്ചാലും അപ്പം പോകും. അന്ന് സ്റ്റെല്ലിനിക്ക് പാലെടുക്കുന്നില്ലേ, അപ്പം പോയി. മിഞ്ഞാന്ന് രാവിലെ പുറ്റ് കഴിച്ച് അപ്പം പോയി. രാത്രി ചപ്പാത്തി കഴിച്ച് അപ്പം പോയി. ഇന്ന് രാവിലെ ഇഡ്ഡലി കഴിച്ച് അപ്പം പോയി. നേരത്തെ 2 ചക്ക തിന്നു അപ്പം പോയി. ചിലപ്പം ഈ ഇയാളുടെ വയറ്റിനൊന്നും പിടിക്കുന്നില്ലായിരിക്കുവേ.
ഇനി അപ്പ ഒന്ന് കഴിച്ചു നോക്കിയേ, അപ്പ പോകുമെന്ന് അറിയാലോ. അതും കൂടി പരീക്ഷിച്ചിട്ട് ഡോക്ടറെ പോയി കാണാല്ലേ? ആ, അതെ അതെ. ഇതാർക്കാ വെള്ളം ചൂടാക്കണേ? എനിക്കാ? അല്ല എനിക്കാ. ചെല്ല ചൂടുവെള്ളത്തിലേ കുളിക്കൂ? ഓ അങ്ങനൊന്നുമില്ല, കുറച്ച് നല്ലോണം എരിയുന്ന കുറെ വിറക് കണ്ടേ, വെറുതെ എന്താന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ. കുഞ്ഞു ചൂടായി. ഞാൻ പറയേ.